നമസ്കാരം. RVS Maths Academy പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് W equal to E raised to Z ആണ്. അപ്പോൾ S3 2019 സിലബസിന്റെ പോർഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ W equal to E raised to Z എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ W equal to E raised to Z ട്രാൻസ്ഫോർമേഷന്റെ പ്രോബ്ലംസും ആ ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷനും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് W is equal to E raised to Z എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതൊരു ട്രാൻസ്ഫോർമേഷൻ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സ്പ്ലിറ്റ് ചെയ്യുമല്ലേ. ഓക്കെ, അപ്പോൾ ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ W is equal to E raised to Z എന്നാണ് ക്വസ്റ്റ്യനിൽ ട്രാൻസ്ഫോർമേഷൻ. W is equal to E raised to Z. ഇത് ഇപ്പോൾ ഒരു 2020 നടന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ നടന്ന എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. W equal to E raised to Z എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിലാണ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫോർമേഷൻ എടുത്ത് എഴുതും, അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ചെയ്യും. W is equal to E raised to Z എന്ന് എടുത്ത് എഴുതി. നമുക്കറിയാം W എന്ന് പറഞ്ഞാൽ എന്താണ്, U plus IV ആണ്. Z എന്ന് പറഞ്ഞാൽ X plus IY ആണ്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. U plus IV is equal to E raised to X plus IY. E raised to X plus IY നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് E raised to X into E raised to IY എന്ന് എഴുതും. E raised to X into E raised to IY എങ്ങനെ എഴുതാം, E raised to X into E raised to IY എന്ന് പറഞ്ഞാൽ E raised to I theta is equal to cos theta plus I sin theta ആണ്. സോ E raised to IY നമ്മളെങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, cos Y plus I sin Y. നമ്മൾ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടല്ലേ. E raised to Z അനലിറ്റിക് ആണോ എന്ന് പ്രോബ്ലം നമ്മൾ പഠിച്ചപ്പോഴേക്കും ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ E raised to X into cos Y plus I sin Y എന്ന് എഴുതി. ഇനി E raised to Xനെ കൂടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ E raised to X into cos Y plus I into E raised to X into sin Y എന്ന് എഴുതി. അപ്പോൾ U plus IV is equal to എന്ന് പറഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്. ഇനി റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തേ, U equal to E raised to X into cos Y and imaginary part V is equal to E raised to X into sin Y എന്ന് എഴുതി. നമ്മളെല്ലാ പ്രോബ്ലത്തിലും ആദ്യം ചെയ്യുന്നത് ഇത് തന്നെയല്ലേ, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇനി ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടിനെയും ഒരു കാര്യം കൂടി ചെയ്യും. U സ്ക്വയർ പ്ലസ് V സ്ക്വയർ ഫൈൻഡ് ചെയ്യും. U സ്ക്വയർ പ്ലസ് V സ്ക്വയർ ഇസ് ഈക്വൽ ടു U സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, E raised to X cos Y the whole square അല്ലേ, പ്ലസ് E raised to X sin Y the whole square. ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള കാര്യമാണ് E raised to X the whole square എന്ന് പറഞ്ഞാൽ. അപ്പോൾ E raised to X the whole square പുറത്തേക്ക് എടുത്താൽ E raised to X the whole square into ബ്രാക്കറ്റിനകത്ത് cos square y പ്ലസ് സൈൻ സ്ക്വയർ y എന്ന് വരും. എന്തുവാണ് cos square y പ്ലസ് സൈൻ സ്ക്വയർ y? 1 ആണ്. ഇനി നമുക്കറിയാം A raised to M the whole raised to n എന്ന് പറഞ്ഞാൽ A raised to M into n ആണെന്നറിയാം. അപ്പോൾ E raised to X the whole square എന്ന് പറഞ്ഞാൽ എന്താണ്, E raised to 2x ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, U സ്ക്വയർ പ്ലസ് V സ്ക്വയർ ഇസ് ഈക്വൽ ടു E raised to 2x എന്ന് കിട്ടി. അയാളെ ഞാൻ അങ്ങ് മാറ്റി നിർത്തുകയാണ്. അടുത്ത് ഞാൻ ഇതേപോലെ ചെയ്യാൻ പോകുന്ന കാര്യമാണ്, ഞാൻ ഇവയെ തമ്മിൽ ഡിവൈഡ് ചെയ്യുവാണ്. V by U ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ V by U എന്ന് പറയുമ്പോൾ എന്താണ്, V എന്ന് പറഞ്ഞാൽ E raised to X into sin Y ആണ്. U എന്ന് പറഞ്ഞാൽ E raised to X into cos Y ആണ്. അപ്പോൾ E raised to X E raised to X ക്യാൻസൽ ആയിപ്പോയി. സൈൻ ബൈ കോസ് എന്താണ് കുഞ്ഞുങ്ങളെ, tan Y ആണ്. അപ്പം V by U is equal to tan Y എന്ന് കിട്ടി. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത കണ്ടീഷൻ. ഇപ്പോൾ എനിക്ക് രണ്ടെണ്ണം കിട്ടി, എന്താ, U സ്ക്വയർ പ്ലസ് V സ്ക്വയർ ഇക്വൽ ടു E raised to Xും V by U equal to tan Y എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ബാക്കി ഇനി പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതല്ലാത്തൊരു ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാം, പക്ഷേ ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാവേ. അപ്പോൾ ഓക്കെ, കേസ് 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ചൂസ് ചെയ്യുന്നത് വെൻ എക്സ് ഇസ് ഈക്വൽ ടു സി. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രേറ്റ് ലൈൻ ഇൻ ഇസഡ് പ്ലെയിൻ. സ്ട്രേറ്റ് ലൈൻ ഇൻ ഇസഡ് പ്ലെയിൻ. ഇസഡ് പ്ലെയിനിലുള്ള സ്ട്രേറ്റ് ലൈനാണ് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത്. അതൊന്ന് പടം വരയ്ക്കുവാണെങ്കിൽ C,0 എന്ന് പറയുന്ന പോയിന്റിലൂടെ ഈ ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ഈ സ്ട്രേറ്റ് ലൈനാണ് എക്സ് ഇസ് ഈക്വൽ ടു സി. നമുക്കിതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, U സ്ക്വയർ പ്ലസ് V സ്ക്വയർ ഇസ് ഈക്വൽ ടു E raised to 2x എന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എക്സിന് C കൊടുക്കുവാണെങ്കിൽ ഇത് എന്താവും, E raised to 2c എന്നോ. നിങ്ങൾക്കറിയാം U സ്ക്വയർ പ്ലസ് V സ്ക്വയർ ഇസ് ഈക്വൽ ടു E raised to C എന്ന് പറഞ്ഞാൽ എന്താ, E raised to C the whole square എന്നല്ല എൻ്റെ മീനിങ്. അപ്പോൾ U സ്ക്വയർ പ്ലസ് V സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇക്വേഷനാണ്, ക്ലിയർലി ഇറ്റ് ഈസ് എ സർക്കിൾ with the center 0,0 and radius
e raised to c അല്ലേ സർക്കിളിൻ്റെ ഇക്വേഷൻ പോലെ x square plus y square equal to r square പോലെയാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ അപ്പോൾ അതൊരു സർക്കിളാണ് വിത്ത് സെൻറ്റർ 0,0 ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് e raised to c അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇമേജ് ആണ് w പ്ലെയിനിൽ നമുക്ക് എന്ത് കിട്ടിയ ഒരു സർക്കിളായിട്ട് കിട്ടിയത് e raised to c ആണ് റേഡിയസ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ കഥ എടുത്ത് അവസാനം എഴുതി നിർത്തുമല്ലോ എങ്ങനെയാണ് therefore x equal to c straight line in z plane is transformed into a circle u square plus v square is equal to e raised to 2c in w plane under w is equal to e raised to z അപ്പം ഇത് മാത്രമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്തുവാ ഈ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി നിർത്തിയാലും മതി അല്ലെങ്കിൽ വേറൊരു വഴിയോട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് ഡിസ്കസ് ട്രാൻസ്ഫർമേഷനിൽ മൊത്തം ഈ മെത്തേഡ് തന്നെ പോകാം അടുത്ത് നോക്കി കേസ് 2 എന്ന് പറഞ്ഞ് എടുക്കുകയാണ് നമ്മൾ എപ്പോഴും സ്വാഭാവികമായിട്ട് x is equal to c എടുത്തുകൊണ്ട് അടുത്ത് എന്തായിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത് വെൻ y equal to c എന്നാ ചൂസ് ചെയ്യണം y equal to c എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇൻ z പ്ലെയിൻ ഓക്കെ z പ്ലെയിനിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതായത് z പ്ലെയിൻ എടുക്കുമ്പോൾ ഇത് x ആക്സിസ് ഇത് y ആക്സിസ് ആണ് y ആക്സിസിലെ പോയിന്റ് ആണ് 0,c ഈ 0,cയിലൂടെ x ആക്സിന് പാരലായിട്ട് ഇരിക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ എന്തെന്ന് പറയുന്നത് y equal to c ഇതിൻ്റെ ഇമേജ് എന്താണെന്ന് നോക്കാവൂ ഇതിൻ്റെ ഇമേജ് എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് നോക്കി y ഉള്ള ഇക്വേഷൻ ഏതാ v by u is equal to so v by u is equal to tan c tan y എന്നുള്ളത് ഞാൻ tan c എന്ന് എഴുതി or v is equal to tan c into u tan c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് വിയുടെ പവർ 1 ആണ് യുവിൻ്റെ പവർ 1 ആണ് അതിൻ്റെ അർത്ഥം എന്താണ് ക്ലിയർലി ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ w പ്ലെയിനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് നമുക്ക് അതിൻ്റെ ഇമേജ് കിട്ടിയത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എഴുതി നിർത്തുക clearly it is a straight line in w plane നമ്മൾ എങ്ങനെ എഴുതി നിർത്തും therefore y equal to c എന്ന് പറഞ്ഞാൽ എന്താണ് straight line in z plane is transformed into another straight line in w plane അത് ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് പിന്നെ നമുക്കത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട പടം വരയ്ക്കാൻ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് മാത്രമേ എഴുതി നിർത്തുന്നുള്ളൂ ഓക്കെ therefore എങ്ങനെ എഴുതി നിർത്തണം therefore y equal to c straight line in z plane is transformed into എന്തുവാണ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു സ്ട്രെയിറ്റ് ലൈൻ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ് v is equal to tan c into u in w plane under w is equal to e raised to z അപ്പോൾ രണ്ട് കേസായില്ലേ ബട്ട് ഡിസ്കസ് ദ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ നമുക്ക് 4 ചെയ്തല്ലേ പറ്റുള്ളൂ മൂന്നാമത്തെ കേസ് ഞാൻ ചൂസ് ചെയ്യുവാണ് കേസ് 3 വെൻ x is equal to 0 എക്സിന് ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം x is equal to 0 എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസ് ആണ് y ആക്സിസ് ഇൻ z പ്ലെയിനിലുള്ള y ആക്സിസ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ u square plus v square is equal to e raised to 2x എന്നുള്ളത് എന്തായി മാറും e raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ് u square plus v square is equal to 1 എന്ന് പറഞ്ഞാൽ എന്താ സർക്കിൾ വിത്ത് സെൻറ്റർ 0,0 ആൻഡ് റേഡിയസ് 1 അല്ലേ ക്ലിയർലി ഇറ്റ് ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0,0 ആൻഡ് റേഡിയസ് 1 അപ്പോൾ കഥ എഴുതി നിർത്തുന്നത് എങ്ങനെയാണ് therefore x is equal to 0 y axis in z plane is transformed into എന്തുമായിട്ടാണ് കിട്ടിയത് സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി അല്ല സെൻറ്ററും റേഡിയസ് എഴുതുവാണെങ്കിൽ ഇക്വേഷൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഇൻറ്റു സർക്കിൾ വിത്ത് സെൻറ്റർ 0,0 ആൻഡ് റേഡിയസ് 1 എന്ന് പറയുകയാണെങ്കിൽ ഇക്വേഷൻ എഴുതണ്ട ഇപ്പോൾ ഇക്വേഷൻ എഴുതാൻ അറിയാത്തവരാണെങ്കിൽ സർക്കിൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് u square plus v square equal to 1 എന്ന് മാത്രം എഴുതിയാലും മതി ഇൻ w plane under w is equal to e raised to z ഓക്കെ അപ്പോൾ കേസ് 3 ആയി ഇനി ഇവിടെ വെച്ച് തീരത്തില്ലല്ലോ ഇനി ഒരു കേസ് കൂടെ ഉണ്ടല്ലോ എന്തോ അത് കേസ് 4 കൂടെ നോക്കണം അല്ലേ അപ്പോൾ കേസ് 4 നമുക്ക് എടുക്കാം കേസ് 4 എന്തായിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത് ഈ എക്സിന് 0 കൊടുത്തതുകൊണ്ട് അടുത്ത് ഞാൻ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് വൈക്ക് 0 ആയിരിക്കും ചൂസ് ചെയ്യണം y equal to 0 എന്ന് പറഞ്ഞാൽ എന്താ x ആക്സിസ് ഇൻ z പ്ലെയിൻ ഓക്കെ
അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വി ബൈ യു ഇസ് ഈക്വൽ ടു ടാൻ വൈ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ഇത് ഇസ് ഈക്വൽ ടു ടാൻ സീറോ ഞാൻ എഴുതി. ടാൻ സീറോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സീറോ ആണ്. ദെയർഫോർ വി ഇസ് ഈക്വൽ ടു വി ബൈ യു ഈക്വൽ ടു സീറോ എന്നല്ലേ പറയണേ. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. വി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ യു ആക്സിസും വി ആക്സിസിലും വി സീറോ ആവുന്ന ഏത് ആക്സിസിലാണ്? യു ആക്സിസിലാണ്. മറന്നു പോരുത്. ഓക്കെ, അപ്പോൾ അത് യു ആക്സിസ് ആണ് ഇൻ ഡബ്ല്യു പ്ലെയിൻ. ദെയർഫോർ കഥ എങ്ങനെ എഴുതണം? ദെയർഫോർ y ഈക്വൽ ടു സീറോ, എക്സ് ആക്സിസ് in Z plane is transformed into v equal to 0 u axis in W plane under W is equal to e raised to z. അപ്പോൾ ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ W is equal to e raised to z എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ 4 കേസ് നമുക്കൊന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ആ 4 കേസ് ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ട്. ഇത് എക്സാമിന് ചോദിക്കാം. ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ തരത്തിൽ പ്രൂവ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നോർമലി പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന നോട്ടൊന്ന് നോക്കി വെച്ചിരിക്കാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ W is equal to e raised to z-നെ നമുക്ക് ഡബ്ല്യുവിന് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലേ? ആർ ഇ റേസ് ടു ഐ ഫൈവ് എന്ന് കൊടുക്കാമല്ലോ. അത് നമുക്കറിയാം ഡബ്ല്യു ഇസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ ഫൈവിനെ ഇസെറ്റ് നമ്മൾ ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് എടുക്കുന്നതിന് പകരം ആർ ഇ റേസ് ടു ഐ ഫൈവ് ഡബ്ല്യു പ്ലെയിനിൽ എടുക്കും. അതാണ് ക്യാപിറ്റൽ ആർ ഇ റേസ് ടു ഐ ഫൈവ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസെറ്റ് ഞാൻ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, അപ്പം ആർ ഇ റേസ് ടു ഐ ഫൈവ് രണ്ടും ഒന്നുപോലെ. ഇപ്പം ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ, കാരണം എക്സ് റേസ് ടു എം പ്ലസ് എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ. ഇനി ഒന്നുപോലത്തെ ടേം ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ആറിന് പകരമാണ് എന്തുള്ളത്? ഇക്വേറ്റിംഗ് ലൈക്ക് ടേംസ്. രണ്ട് സൈഡ് ഒന്നുപോലത്തെ ടേം ഉള്ളതുകൊണ്ട് അതിനെ ഇക്വേറ്റ് ചെയ്യുമ്പം ക്യാപിറ്റൽ ആർ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്നും ഇ റേസ് ടു ഐ ഫൈയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ? ഫൈവ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നതാണ് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഈസി. ഇപ്പോൾ ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ y ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഫൈവ് ഈക്വൽ ടു സീറോ. ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ. ഇവിടെ എനിക്ക് കിട്ടിയത് അങ്ങനെ തന്നെ v ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തരത്തിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിതിന് രീതിയിൽ പ്രോബ്ലം തരാം. വേറെ കുറേ പ്രോബ്ലത്തിനകത്ത് ഇങ്ങനെ ചെയ്തു തരാം. അതേ പ്രോബ്ലം ചിലപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിൽ ഈ മെത്തേഡിലായിരിക്കും ചെയ്തേക്കുന്നത്. ഈ മെത്തേഡിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ളവർക്ക് ഈ മെത്തേഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുക മെത്തേഡ് ചെയ്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് ഫൈൻഡ് ദ ഇമേജ് ഓഫ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 അണ്ടർ W is equal to e raised to z. നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? -1 ലെസ് ദാൻ എക്സ് എന്നുള്ള ഒരു പാർട്ടായും എക്സ് ലെസ് ദാൻ 1 രണ്ടായിട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് നമുക്ക് നേരത്തെ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനിൽ വേണമെങ്കിൽ ചെയ്യാം. കാരണം ഞാനിവിടെ എക്സ് ഈക്വൽ ടു സി ചെയ്ത് തന്നതല്ലേ. സിക്ക് പകരം -1 1 എന്ന് കൊടുക്കുമ്പോൾ 2 സർക്കിൾ അവിടെ കിട്ടിയത്. അപ്പോൾ ആ തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് നേരത്തെ എക്സ് ഈക്വൽ ടു സി നമ്മൾ ചെയ്ത കാര്യമാണ്. എക്സ് ഈക്വൽ ടു സി ചെയ്തതാണ്. ഇവിടുത്തെ -1 വരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ സിക്ക് വരെ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്കൊരു സർക്കിൾ കിട്ടും. എക്സ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മറ്റൊരു സർക്കിൾ കിട്ടും. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞെന്ന് ഈ നോട്ട് യൂസ് ചെയ്താൽ അങ്ങനെ തന്നെയാണോ കിട്ടണേന്നൊന്ന് നോക്കാം. എളുപ്പമാണോ എന്നും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് എന്താ ഞാനിപ്പോൾ പറഞ്ഞത്? ഇഫ് W is equal to e raised to z ആണെങ്കിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്? ആർ ഇ റേസ് ടു ഐ ഫൈന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം ഇത് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്നാവും. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ വൈ വിച്ച് ഇംപ്ലൈസ് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആൻഡ് 5 is equal to y. ഇത് ഞാൻ ആദ്യം എഴുതി വെച്ചു. ഇനി നോക്കിക്കോളേ. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് ഫസ്റ്റ് കേസ് എടുക്കുവാണ്. അപ്പോൾ നോക്കിക്കേ, ഡയറക്റ്റായിട്ട് ഈ നമ്മുടെ W പ്ലെയിനിലുള്ള ആൾക്കാരല്ലേ ആറും ഫൈവും എക്സും തമ്മിലുള്ള ബന്ധം എന്താ? ആർ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു -1. ഇ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഈക്വൽ ടു 1/e. ആർ ഈക്വൽ ടു 1/e. ഇതിൽ ആർ എന്ന് പറയുന്നത് എന്താ? റേഡിയസിനെ നമ്മൾ പറയുന്നത് അല്ലേ. ആർ ഈക്വൽ ടു മോഡുലസ് ഓഫ് W ആണ്. മോഡുലസ് ഓഫ് W എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ്. സോ ആർ വേറൊരു മീനിങ് പറഞ്ഞാൽ അത് റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് 1/e ഉള്ള സർക്കിൾ എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഞാൻ അതവിടെ എഴുതുവാണ്. ക്ലിയർലി ഇറ്റ് ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0,0 ആൻഡ് റേഡിയസ് 1/e. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കേസ്. അപ്പോൾ നമുക്ക് കഥ എഴുതി നിർത്തണ്ടേ എപ്പോഴത്തേം പോലെ. therefore ഇവിടെ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 കേസാണ് പറഞ്ഞത്. therefore x is equal to -1 straight line in Z plane is transformed into a circle with radius 1/e. Center പറഞ്ഞില്ല, and center 0,0
in W plane. എങ്ങനെയാണ് ആരുടെ ഇൻഫ്ലുവൻസിലാണ്? അണ്ടർ W is equal to e raised to z. ഓക്കെ, അപ്പോൾ x is equal to -1 എന്ന് പറയുന്ന x is equal to -1 എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഈ സൈഡിലാണ് -1,0 വരുന്നത്. സോ ഈ ലൈനാണ് x is equal to -1. അപ്പോൾ x is equal to -1 എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ ഇമേജ് W പ്ലെയിനിൽ എന്തെന്നാണ് കിട്ടിയ? W പ്ലെയിനിൽ 1/e റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, ഈ പോയിന്റ് 1/e, 0 എന്ന് വെച്ചോളൂ. ഇപ്പോൾ റേഡിയസ് 1/e ഉള്ളൊരു സർക്കിൾ എന്നാണ് കിട്ടി. ഇൻസൈഡ് എന്നോ ഔട്ട് സൈഡ് എന്നോ ഒന്നുമില്ല. ഈ തന്നിരിക്കുന്നത് എന്തുവാണ്? ഇതൊരു സ്ട്രിപ്പാണ്. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ശരിക്കും പടം വരച്ച് നോക്കുമ്പോൾ ഇത് എക്സ് ആക്സിസ് y ആക്സിസ് ആണെങ്കിൽ എക്സിന് -1 എന്ന് പറഞ്ഞ വാല്യൂ വരണം ഇവിടെയാണ്. എക്സിൻ്റെ വാല്യൂ 1 ആവുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് രണ്ടിൽ കൂടെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് x is equal to -1 x is equal to 1. ഇതിനിടയ്ക്കുള്ള ഈ പോർഷൻ്റെ ഇമേജ് എന്തെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ x is equal to -1ൻ്റെ ഇമേജ് നമുക്ക് കിട്ടി. നമുക്കിനി എന്താ ചെയ്യേണ്ടത്? x is equal to 1 നോക്കാം. വെൻ x is equal to 1, x is equal to 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇൻ z പ്ലെയിൻ. ഓക്കെ, x is equal to c നമ്മൾ ചെയ്ത് തന്നെയാണേ. ഓക്കെ, നമ്മളിവിടെ എക്സിനും ആറിനും തമ്മിലുള്ള റിലേഷൻ, W പ്ലെയിനിലെ ആൾക്കാരും തമ്മിലുള്ള റിലേഷൻ r equal to e raised to x ആണ്. ദാറ്റ് ഈസ് equal to e raised to 1. therefore r equal to e. അതെന്താണ് എൻ്റെ അർത്ഥം? സർക്കിളാണ് വിത്ത് സെൻറ്റർ 0,0 ആൻഡ് റേഡിയസ് എന്താ കുഞ്ഞുങ്ങളെ? റേഡിയസ് എന്ന് പറയുന്നത് e. അപ്പോൾ ഈ റേഡിയസ് ഉള്ള 1/e ആണോ e ആണോ വരുന്നത്? e ആണ് വരുന്നത് അല്ലേ? അപ്പം ഈ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് അതിവിടെയും ഇമേജ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെയും നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സർക്കിളാണ് കിട്ടുന്നത്. ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ e, 0 ആണ്. x is equal to 1 എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ വരച്ച് തന്നു, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. therefore കഥ എഴുതി നിർത്തുന്നത് എങ്ങനെ? therefore x is equal to 1 straight line in z plane is transformed into circle with the center 0, 0 and radius e under W is equal to e raised to z. പക്ഷേ ഇത് ഈ ഓരോരുത്തരുടെ ഇമേജ് അല്ലേ ആയുള്ളൂ. എനിക്ക് ഈ സ്ട്രിപ്പിൻ്റെ ഇമേജ് അല്ലേ വേണ്ടേ? അപ്പോൾ ആ സ്ട്രിപ്പിൻ്റെ ഇമേജ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും എങ്ങനെ പറഞ്ഞു നിർത്തണേ? ബൗണ്ടഡ് ബിറ്റ്വീൻ ദ സർക്കിൾ എന്ന് പറഞ്ഞു നിർത്തിയാൽ മതി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. therefore ഇതെങ്ങനെ ഏറ്റവും അവസാനം എടുത്ത് കഴിഞ്ഞാൽ therefore -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഇൻ z പ്ലെയിൻ. സ്ട്രിപ്പ് ഇൻ z പ്ലെയിൻ എന്ന് എഴുതണമെങ്കിൽ എഴുതിക്കോളും. ഇൻ z പ്ലെയിൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു, അല്ലെങ്കിൽ the image of എന്നുള്ളത് the image of -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഇൻ z പ്ലെയിൻ ഈസ് എന്ന് പറഞ്ഞാൽ മറ്റേ എഴുതിയാലും മതി. ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു the region bounded between the circles, bounded between the circles, bounded between the circles with radius എന്തൊക്കെയായിരുന്നു റേഡിയസ്? ആദ്യത്തത് ക്യാപിറ്റൽ R equal to 1/e ആൻഡ് രണ്ടാമത്തെ സർക്കിളിന് R is equal to e ഇൻ W പ്ലെയിൻ. ഏത് പ്ലെയിനിലെ കാര്യമാണ് പറയണത്? W പ്ലെയിനിലെ കാര്യമാണ് പറയണത്. അണ്ടർ W is equal to e raised to z. കഥ തീർന്നു. സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ സ്കെച്ച് ദ ഇമേജ് എന്നും കൂടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പടം വരയ്ക്കേണ്ടി വരത്തില്ല. ഈ സ്ട്രിപ്പിൻ്റെ ഇമേജാണ് നമുക്കൊരു സർക്കിൾ കിട്ടിയത്. ആ സർക്കിൾ എങ്ങനെ കിട്ടിയത്? നമുക്ക് ആ u ആക്സിസും v ആക്സിസും ഒന്ന് വരയ്ക്കാം. 1/e റേഡിയസ് എന്ന് പറഞ്ഞാൽ ചെറിയ സർക്കിളാണ്, അകത്ത് വരുന്ന സർക്കിളായിരിക്കും. കാരണം 1/e ആണ് ഈനേക്കാളും ചെറുത്. e എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ റേഡിയസ് ഉള്ള സർക്കിളാണ്. ഓക്കെ, ഇതാണ് ഈ റേഡിയസ് ഉള്ള സർക്കിൾ. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ബൗണ്ടഡ് ബിറ്റ്വീൻ ദ സർക്കിൾ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബൗണ്ടഡ് ബിറ്റ്വീൻ ദ സർക്കിൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളത് ഈ ഒരു പോർഷനാണ് ഇമേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെ ഇരുന്ന സ്ട്രെയിറ്റ് ലൈൻ നമുക്കിങ്ങനെ വളഞ്ഞു വന്നു. ഈ റേസ് ടു ഇസഡ് എന്നുള്ള ട്രാൻസ്ഫോർമേഷനിൽ കൂടെ നോക്കിയപ്പോൾ സർക്കിൾ തന്നെ, ബട്ട് ഒരു റിംഗ് ഷേപ്ഡായി, നമ്മുടെ ഒരു ഡിസ്ക് ഒക്കെ വരുന്ന പോലത്തെ ഷേപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഇമേജ് കിട്ടിയത്. ഓക്കെ, ഇത് ഞാൻ എത്ര പ്രോബ്ലം ചെയ്താലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണുള്ളത്. ഇതും ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി ടെസ്റ്റിൻ്റെ പുറകുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. കാരണം അപ്പോൾ റേഡിയസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുക, എളുപ്പമില്ല ഇത് ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ u² + v² = e raised to 2x എന്നുള്ള ഈ ഫോമിലേക്ക് കൊടുത്താലും സെയിം തന്നെയാണ്. u² + v² = e raised to 1/e എന്നുള്ളതിന് വരെ e raised to -1 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 1/e എഴുതാം. സർക്കിൾ വിത്ത് സെൻറ്റർ 0, 0 ആൻഡ് റേഡിയസ് 1. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഈ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ രണ്ടും ടെസ്റ്റിലുള്ളത് കാരണം രണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത് കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് ഈ മെത്തേഡ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നു. ഇല്ല, ഇതാണ് നിങ്ങൾക്ക് ഈസി എന്ന് തോന്നുമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. രണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഏതായാലും എളുപ്പം നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്തോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. സ്കെച്ച് ദ ഇമേജ് ഓഫ് ദ റീജിയൻ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് -π ലെസ് ദാൻ y ലെസ് ദാൻ π അണ്ടർ w is equal to e raised to z. അത് നമുക്ക് w is equal to e raised to z ചെയ്തത് കാരണം അത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നിർത്താം. ഡബ്ല്യൂന് നമ്മൾ ക്യാപിറ്റൽ R e raised to i5 എന്ന് എഴുതണേ. e raised to z-ന് e raised to x plus iy എന്നും കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ തന്നെ നമ്മൾ e raised to x into e raised to iy എന്ന് എഴുതി. അവിടെ നിന്ന് ഇക്വേറ്റ് ചെയ്യുമ്പം r equal to e raised to x എന്നും ആൻഡ് 5 equal to y എന്നും കിട്ടി. മാറ്റി നിർത്തി. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഫോമിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെൻ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നുള്ള റീജിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്താ തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? ഇതേ ക്വസ്റ്റ്യൻ അല്ലേ, -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഞാനിത് വീണ്ടും പറയണ്ടല്ലോ, സെയിം ആസ് അല്ലെങ്കിൽ സെയിം ആസ് എബോവ് പ്രോബ്ലം. ഫ്രണ്ടിലത്തെ പ്രോബ്ലം എന്താണോ അത് മൊത്തത്തിൽ അങ്ങനെ എഴുതി നിർത്തിയാൽ മതി. ഓക്കെ, അതായത് നമുക്ക് ഇതിൻ്റെ ഇമേജ് എന്താണ് കിട്ടുന്നത്? ഇതാണ് മൊത്തത്തിൽ ഇനി പറയുന്നത്. x is equal to -1, x is equal to 1. എന്നിട്ട് ഈ കഥ എഴുതുന്നു. ഈ സർക്കിളാണ് എൻ്റെ ഇമേജ് ആയിട്ട് കിട്ടിയത്. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഇങ്ങനൊരു നമുക്കൊരു റിംഗ് ഷേപ്പിൻ്റെ റീജിയനാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. രണ്ടാമത്തെ പാർട്ട് എന്തുവാണ് നമുക്ക് വന്നിരിക്കുന്നത്? വെൻ -π ലെസ് ദാൻ y ലെസ് ദാൻ π. അതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട്. നമ്മുടെ വൈയും ഡബ്ല്യൂവിലെ റീജിയനുമായിട്ട് എന്തുവാണ് ഇവിടുത്തെ റിലേഷൻ? ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഇവിടെ എന്തുവാ വൈക്ക് പകരം കൊടുത്തേക്കുന്നത് 5 ആണ്. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -π ലെസ് ദാൻ y ലെസ് ദാൻ π എന്നുള്ളതിന് -π ലെസ് ദാൻ 5 ലെസ് ദാൻ π എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഈ -π എന്ന് പറയുന്നതിലൂടെ ഉള്ള ആംഗിളും ഈ π എന്ന് പറയുന്നതുമാണ് ആംഗിൾ എന്നാണ് കിട്ടി. ഈ രണ്ടിനും ഇടയ്ക്കാണ് ആംഗിൾ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കഥ എങ്ങനെ എഴുതി നിർത്താം? therefore -π ലെസ് ദാൻ y ലെസ് ദാൻ π in z plane is transformed into -π less than 5 less than π in w plane under w is equal to e raised to z. നിങ്ങൾക്കിത് നമ്മൾ നേരത്തെ പഠിപ്പിച്ച രീതിക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആൻസർ കിട്ടുക? v/u is equal to നിങ്ങൾക്ക് എന്താ വരിക? tan π എന്ന് വരും. tan π എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് 0 ആവും. അപ്പോൾ v equal to 0 u ആക്സിസ് തന്നെ കിട്ടുക. അതിപ്പോൾ ഇവിടെ -π എടുത്താലും വൈയുടെ സ്ഥാനത്ത് π എടുത്താലും നിങ്ങൾക്ക് u ആക്സിസ് തന്നെ കിട്ടും. ഈ ഫുൾ u ആക്സിസ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ π എന്ന് പറഞ്ഞാൽ ഇസഡ് പ്ലെയിൻ്റെ കേസിൽ വരയ്ക്കുമ്പോഴും XY പ്ലെയിൻ്റെ കേസിൽ വരുമ്പോൾ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ -π to π എന്ന് പറയുമ്പോൾ ആ -π മുതൽ π വരെയുള്ള റീജിയൻ എന്നുള്ള ഈ റീജിയൻ്റെ ഇമേജ്, ഇത് മുതൽ ഇതുവരെയുള്ള റീജിയൻ്റെ ഇമേജ് നമുക്ക് W പ്ലെയിനിൽ വരുമ്പോൾ എന്തായിട്ടാണ് കിട്ടുന്നത്? ഒരു U ആക്സിസ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഫിഗർ ആയിട്ട് നോക്കാം. ഇതിൻ്റെ ഫിഗർ കഥ എഴുതി നിർത്തണമല്ലോ, രണ്ടിൻ്റെയും കൂടി ഇമേജ് കറക്റ്റായിട്ട് പറയണ്ടേ. therefore the region -1 less than x less than 1 and -π less than y less than π in w plane, in z plane is transformed into the region bounded by the circles with radius 1/e and e തീർന്നില്ല. r equal to 1/e and r is equal to e and -π less than 5 less than π in w plane under w is equal to e raised to z. ഇപ്പോഴാണ് പ്രോബ്ലം കംപ്ലീറ്റ് ആയത്. അപ്പോൾ നമുക്ക് ആ കിട്ടിയ ഇമേജിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. നമ്മുടെ W പ്ലെയിൻ എടുക്കുവാണെങ്കിൽ W പ്ലെയിനിൽ എങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വന്നിരിക്കുന്നത്? U ആക്സിസ്, ഇത് V ആക്സിസ്. നമ്മൾ ആദ്യം 1/e റേഡിയസ് ഉള്ള സർക്കിളും പിന്നെ അടുത്ത E റേഡിയസ് ഉള്ള സർക്കിളും, ഇതിനിടയ്ക്കുള്ള ഇതാണ് നമ്മുടെ റീജിയൻ. ആദ്യത്തെ 1/eയും ഇൻ്റെ ഇടയ്ക്കുള്ള ഇതാണ് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് -π ലെസ് ദാൻ 5 ലെസ് ദാൻ π എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തുവാണ്? നിങ്ങളുടെ U ആക്സിസ് എന്നാണ് അവിടെ കിട്ടിയത്. അപ്പോൾ ആ U ആക്സിസ് ആംഗിൾ, അതായത് -π മുതൽ π വരെ ആംഗിളായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ പോർഷൻ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ പറയാം. നിങ്ങൾ ടെസ്റ്റിൻ്റെ പുറകെയുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചിട്ടുള്ളതുമാണ്. Find the image of
a less than or equal to x less than or equal to b, comma c less than or equal to y less than or equal to d under w is equal to e raised to z. ഇതെന്താ ഇപ്പം ഞാൻ ചെയ്യാത്തതിന് കാരണം നമുക്ക് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഞാൻ ചെയ്തേയില്ലേ. ഇവിടെ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസ് എയും ബിയും, എ ആണ് ചെറുത് ബി ആണ് വലുതെന്നറിയാം. അപ്പോൾ എ റേഡിയസ് ഉള്ള സർക്കിളും ബി റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ അകത്തുള്ള പോർഷനാണ് കിട്ടുക. സി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഡി എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ സി ലെസ് ദാൻ 5 ലെസ് ദാൻ ഡി എന്ന് പറഞ്ഞാൽ 2 റാഡിക്കൽ ലൈൻ. എനിക്ക് സി ഡിയേക്കാളും ചെറുതാണ്. അത് എങ്ങനെയാണ് വരികയെന്ന് എനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ പറഞ്ഞു നിർത്തിയാൽ മതി. ആൻഡ് സി ലെസ് ദാൻ 5 ലെസ് ദാൻ ഡി ഇൻ ഡബ്ല്യു പ്ലെയിൻ അണ്ടർ ഡബ്ല്യു ഇക്വാൽ ടു റേസ് ടു സി. അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ വാല്യൂസ് തന്നു, പകരം ഇവിടെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Find the image of -infinity less than x less than infinity and y equal to k under w is equal to e raised to z. ഇപ്പോൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് എനിക്ക് ഇ റേസ്റ്റിൻ്റെ കേസിലൊരു കാര്യം പറയാനുള്ളതുകൊണ്ടാണ് ഈ പ്രോബ്ലം തന്നെ. ബാക്കി ടെസ്റ്റിൻ്റെ പുറകുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം. നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? w is equal to e raised to z നെ സ്പ്ലിറ്റ് ചെയ്ത് w എന്നുള്ള ആൾക്ക് എന്ത് കൊടുക്കും? r e raised to i5 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. e raised to z നെ e raised to x plus iy എന്ന് എഴുതും. That is equal to e raised to x into e raised to iy. r e raised to i5 is equal to e raised to x into e raised to iy. That is capital R equal to e raised to x എന്നും പിന്നെ എന്താ കിട്ടുക? 5 equal to y എന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടി. നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. ആദ്യത്തെ കേസ് എന്താണ്? when -infinity less than x less than infinity. അതിൽ when x is equal to infinity -infinity എന്നുള്ള ആദ്യത്തെ കേസ് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ r എങ്ങനെയും മാറും? e raised to x എന്നുള്ളത് e raised to -infinity എന്നാവും. e raised to -infinity എന്താണെന്നറിയോ? 0 ആണ്. അപ്പോൾ ക്യാപിറ്റൽ R equal to 0 എന്ന് പറഞ്ഞാൽ റേഡിയസ് equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ യു വി പ്ലെയിൻ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. അപ്പോൾ R equal to 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറിജിനാണ്, അതായത് ഒരു പോയിൻ്റാണത്. R equal to 0 എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു പോയിൻ്റ് എന്നേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒറിജിൻ എന്നുള്ള രീതിയിൽ മാത്രമേ അത് ഇമേജ് ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്കത് പോയിൻ്റാന്ന് എടുത്താൽ മതി. therefore x is equal to -infinity in z plane is transformed into a point r equal to 0 in w plane under w is equal to e raised to z. ഓക്കെ, അടുത്ത കേസ് എടുക്കുവാണേ. അടുത്ത കേസ് എടുക്കുമ്പോൾ എന്തുവാണ്? when x is equal to infinity. എക്സിന് നമ്മൾ ഇൻഫിനിറ്റി എടുക്കുവാണെങ്കിൽ ക്യാപിറ്റൽ R is equal to e raised to infinity. e raised to infinity ഇൻഫിനിറ്റി ആണ്. e raised to -infinity 0 ആണെങ്കിൽ e raised to infinity ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പം R equal to infinity എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി റേഡിയസ് ഉള്ള സർക്കിളാണ്. നമുക്ക് വരയ്ക്കാൻ പോസിബിൾ അല്ല, നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്തുവാണ്? സർക്കിൾ with center 0 0 but radius infinity അല്ലേ. വരയ്ക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് ഇമാജിൻ ചെയ്യാനേ പറ്റത്തുള്ളേ. therefore എന്തുവാ എഴുതി നിർത്തുക? x is equal to infinity in w plane. x equal to infinity എങ്ങനെയാണ്? x ആക്സിസിൽ ഇൻഫിനിറ്റിയിലുള്ള ഏതോ ഒരു സ്ട്രേറ്റ് ലൈൻ, അതിൻ്റെ ഇമേജ് ആണ് ഒരു സർക്കിൾ, ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എന്ന് പറഞ്ഞ രീതിയിൽ കിട്ടണം. x is equal to infinity in z plane is transformed into a circle with radius infinity in w plane under w is equal to e raised to z. ഓക്കെ, കയത തീർന്നില്ലല്ലോ, ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഒന്നിച്ച് പറയണം. therefore -infinity less than x less than infinity in z plane is transformed into, ഞാൻ എഴുതിയത് നിങ്ങൾക്ക് ബോറാവും, കുറേ പ്രാവശ്യമായിട്ട് എഴുതുന്നുണ്ട്. ട്രാൻസ്ഫോംഡ് ഇൻ ടു എ എന്തുവാണ്? ട്രാൻസ്ഫോംഡ് ഇൻ ടു എ പോയിന്റ് r equal to 0 and circle with radius infinity in w plane under w is equal to e raised to z. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് എൻ്റെ പടം എനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, ഇമാജിൻ ചെയ്യാനേ പറ്റത്തുള്ളേ. നമ്മുടെ അടുത്ത കേസ് എന്താണ്? when y is equal to k.
y equal to yയും phiയും തമ്മിലുള്ള റിലേഷൻ എന്തുവാ 5 equal to k, that is angle is equal to k. ഒരു റേഡിക്കൽ ലൈൻ ആണെന്ന് വിചാരിച്ചാൽ മതി. ആ ആംഗിളിനകത്തുള്ള സംഭവത്തിന് റേഡിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ. Therefore y equal to k in z plane is transformed into 5 equal to k in w plane under w is equal to e raised to z. Okay. Therefore minus infinity less than x less than infinity and y equal to k in z plane is transformed into the region bounded by the point and the circle with radius r equal to infinity and the radical line 5 equal to k. Radical line is 5 equal to k എന്നുള്ള ഫോമിൽ എഴുതി നിർത്തിയാൽ മതി. ഇനി ഈ 5 equal to k ഡൗട്ട് ഉള്ളവർക്ക് നമുക്ക് എന്താ v by u equal to tan y എന്നാണ്. tan y യുടെ സ്ഥാനത്ത് k എന്നുള്ള കോൺസ്റ്റന്റ് വരുമ്പോൾ v is equal to tan k into c. നമ്മൾ അവിടെ എന്താ എഴുതിയത്? v equal to tan ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ള രീതിയിലല്ലേ എഴുതിയത്. ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ഞാനിവിടെ പറയുന്നത്. ഒരു റാഡിക്കൽ ലൈൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈക്വൽ ടു കെ എന്ന് പറയുന്നത് എനിക്ക് അതിൻ്റെ ആംഗിൾ എത്രയെന്ന് അറിയില്ല. കെ എന്ന് പറയുന്നത് എത്രയാണോ ആംഗിൾ അതനുസരിച്ച് നമ്മുടെ ഫിഗറിനകത്ത് അത്ര ആംഗിൾ എന്നുള്ള ഫോമിൽ എടുക്കും, അല്ലെങ്കിൽ ആ റേഡിക്കൽ ലൈൻ എന്നുള്ള രീതിയിൽ. ഇത് ആംഗിൾ നമ്മളിപ്പം വരയ്ക്കുമ്പോഴേ ഫൈവ് ഈക്വൽ ടു പൈ ബൈ 4 ആണെങ്കിൽ നമ്മളിങ്ങനെയല്ലേ വരയ്ക്കുക. അപ്പോൾ അതാണ് പറയുന്നത് വി ബൈ യു ഈക്വൽ ടു നമുക്ക് ടാൻ പൈ ബൈ 4 ടാൻ കെ ഇൻറ്റു സി. അത് നമ്മുടെ ക്വസ്റ്റ്യൻ വി ബൈ യു ഈക്വൽ ടു ടാൻ വൈ എന്നാണ് നമ്മൾ വേറൊരു ഫോമിലെടുത്തത്. ദറ്റ് ഈസ് ഈക്വൽ ടു ടാൻ കെ എന്ന് വരും. അതായത് വി ഈക്വൽ ടു ടാൻ കെ ഇൻറ്റു സി. ടാൻ കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, വിയുടെയും യുവിൻ്റെയും പവർ 1 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിൻ എന്നാണ് അതിൻ്റെ അർത്ഥം, വേറെ കോൺസ്റ്റൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അതിങ്ങനെ കറക്റ്റ് 45 ഡിഗ്രി ആയിരിക്കത്തില്ല, കെയുടെ വാല്യൂ മാറുന്ന അനുസരിച്ച് അതിങ്ങനെ മാറി മാറി വരും. അതായത് അതിൻ്റെ ആംഗിളാണ്. നമുക്ക് വേറൊരു രീതിയിൽ പറയുമ്പോൾ നമ്മൾ തീറ്റയിൽ പറയുമ്പം ഈ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ കെ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വി ഈക്വൽ ടു ടാൻ കെ ഇൻറ്റു യു എന്നുള്ള ഫോമിൽ എഴുതി നിർത്തി. ഇനി ഇതിൻ്റെ കഥ എഴുതി നിർത്തണ്ടേ? കഥ എങ്ങനെ എഴുതുക? therefore minus infinity less than x less than infinity and y equal to k in z plane is transformed into region bounded by point r equal to 0 and circle with radius infinity and 5 equal to k in w plane under w is equal to e raised to z. ഓക്കെ, ഇനി കൂടുതൽ ഇതിനകത്ത് പ്രോബ്ലം ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലം നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ കണ്ട എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് തരാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ദ ഇമേജ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ആൻഡ് മൈനസ് പൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഇസ് ഈക്വൽ ടു സി അറിയാമല്ലോ, സർക്കിളാണ്. ആ സർക്കിളിനകത്തുള്ള ആംഗിൾ മൈനസ് പൈ, അപ്പർ ഹാഫ് സർക്കിൾ എന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ ഇമേജ് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ തരാം. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് 1/2 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. അതായത് ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ റേഡിയസ് 1 ഉള്ള സർക്കിളും എനിക്ക് തോന്നുന്നു രണ്ടും സെയിം ആണെന്ന് തോന്നുന്നു. ആ സർക്കിളിൻ്റെ ഈ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 നിങ്ങൾ ചെയ്ത് നോക്കുക എങ്ങനെയാണ്. ആൻഡ് 1/2 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. അപ്പോൾ എനിക്ക് ടെസ്റ്റിൻ്റെ പുറകുള്ള ഏതാണ്ട് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ഈ റേസ് ടു ഇസഡ് എന്നുള്ള ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഇവിടെ തീർന്നു. ഞാനിനി പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ സിലബസിനകത്ത് വന്നിരിക്കുന്ന സൈൻ ഇസഡ് എന്നുള്ള ട്രാൻസ്ഫർമേഷനും പിന്നെ ഫിക്സഡ് പോയിന്റ്സും ആണ് പഠിക്കാനുള്ളത്. നിങ്ങളുടെ ആരുടെയെങ്കിലും കോളേജിൽ കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസഡ് പ്ലസ് 1/z എന്നുള്ളൊരു ട്രാൻസ്ഫർമേഷൻ ഇടയ്ക്കുണ്ട്, കോസ് ഇസഡ് എന്നുള്ള ട്രാൻസ്ഫർമേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങാനും നിങ്ങളുടെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അറിയണം എന്നുള്ളവർ, ഞാൻ സിലബസ് നോക്കിയിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇത്രയും മാത്രമാണ് എടുത്തത്. പക്ഷേ എനിക്ക് ഇസഡ് പ്ലസ് 1/z കൂടെ ഞാൻ പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിനകത്ത് ഇസഡ് പ്ലസ് 1/z എന്നുള്ള ട്രാൻസ്ഫർമേഷൻ കിടപ്പുണ്ട്. പക്ഷേ നിങ്ങളുടെ സിലബസിനകത്ത് ഇസഡ് പ്ലസ് 1/z പറഞ്ഞിട്ടില്ല. അപ്പം ഇനി എന്താണ് ഇസഡ് പ്ലസ് 1/z ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ബട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സംഭവം ഉള്ളത് കാരണം ആ ഒരു ടോപ്പിക് കൂടെ ഞാൻ പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കോളേജിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. എക്സ്ട്രാ എന്തെങ്കിലും ട്രാൻസ്ഫർമേഷൻ കൂടെ വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ ഞാൻ ആ മാക്സിമം നമ്പർ ഓഫ് ട്രാൻസ്ഫർമേഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഇനി പ്ലാനിങ് നമ്മുടെ സിലബസ് അനുസരിച്ചാണെങ്കിൽ സൈൻ ഇസഡ് എന്നുള്ള ട്രാൻസ്ഫർമേഷൻ കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഈ മോഡ്യൂൾ അങ്ങ് തീരും.